കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. 2023-24 സാമ്പത്തിക വർഷത്തിൽ നഗരസഭയ്ക്ക് അനുവദിച്ച പ്ലാൻ ഫണ്ടിൽ 9.16 കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്ന ഓഡിറ്റ് പരാമർശം ശരിയല്ലെന്നും സർക്കാർ ഫണ്ട് അനുവദിക്കാതെ എങ്ങനെയാണ് ഫണ്ട് ലാപ്സാക്കിയെന്ന് പറയുന്നതെന്നും നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. LDF ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അവർ. ബജറ്റ് പ്രകാരം 32 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം പദ്ധതി തയ്യാറാക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കുകയും 8 കോടി രൂപ ആദ്യ ഗഡുവായി ലഭിക്കുകയും ചെയ്തു. ഇത് ഡിസംബറോടെ തന്നെ വിനിയോഗിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ ഗഡുവായി 8 കോടി രൂപ മാർച്ച് 22-നാണ് സർക്കാർ അനുവദിച്ചത്. 24-ന് ട്രഷറി അവധിയാവുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം നഗരസഭാ ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചെങ്കിലും ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തുക വിനിയോഗിക്കാൻ സാധിച്ചില്ല. വയോമിത്രം 14 ലക്ഷം, ഭിന്നശേഷി സ്കോളർഷിപ്പ് 19, PMAY വിഹിതം അടവാക്കൽ തുടങ്ങി നിരവധി ബില്ലുകൾ ട്രഷറി ക്യൂവിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. 5 ലക്ഷത്തിന് മുകളിലുള്ള തുകയൊന്നും ട്രഷറി പാസാക്കിയില്ല. ഇത്തരത്തിൽ ട്രഷറി നിയന്ത്രണവും ബാക്കി തുക പണം അനുവദിക്കാതെയും സർക്കാർ നടത്തിയ നാടകമാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശമെന്നും ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർമാൻ VP ഫിറോസ് എന്നിവർ പറഞ്ഞു. പണം അനുവദിക്കാതെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് തന്നെ പദ്ധതി വിനിയോഗത്തിൽ നഗരസഭ മുൻപന്തിയിലായിരുന്നു. ജില്ലയിൽ 1ാം സ്ഥാനം വരെ നേടി. മഞ്ചേരി നഗരസഭ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് ഇത്തരത്തിലുള്ള സമരനാടകവുമായി LDF മുന്നോട്ട് വന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി, റഹീം പുതുക്കൊള്ളി, NK ഖൈറുനീസ, NMLC എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.